പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനുള്ളത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പരശുറാം എക്സ്പ്രഷൻ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിലെ കുറച്ച് കാഴ്ചകളാണ് വീഡിയോ. അപ്പോൾ സമയം ഏകദേശം 4:30 മണിയായി. ഞാനിവിടുത്തെ വെയിറ്റിംഗ് ഹാളിൽ പോയി ഫ്രഷ് അപ്പ് ഒക്കെ ആയി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നേരം എടുത്തിട്ട് നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിന്ന് ആരുമില്ല കേട്ടോ. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം 3-ലാണ്. അത്യാവശ്യം നല്ലൊരു കാറ്റും വീശുന്നുണ്ട്. മേളിൽ ഇഷ്ടംപോലെ കാക്കയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇഷ്ടംപോലെ കാക്ക ഇരിപ്പുണ്ട്. നല്ല രീതിയിൽ കാറ്റും വീശുന്നുണ്ട്, കണ്ടില്ലേ. കടലടുത്തല്ലേ, അതുകൊണ്ടാ നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. സ്റ്റേഷനിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി വന്നുള്ളായിരുന്നു, മണ്ഡപം കന്യാകുമാരി, അതിൻ്റെ തിരക്കാണത്. വെയിറ്റിംഗ് ഹാളൊക്കെ വരുന്ന ആ ഭാഗത്താണ്. അപ്പോൾ എക്സിറ്റിൻ്റെ അവിടെ ഉള്ളത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയതാണ് എക്സിറ്റ്. അതിന് തന്നെ നമുക്ക് ഇവിടുന്ന് രാവിലത്തെ ലൈറ്റ് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ രാവിലെ ഇവിടുന്ന് ഒരു ചായയും സമൂസയും മേടിച്ചത് മൊത്തം 25 രൂപയായി. സമൂസയുടെ വലിയ സമൂസ കേട്ടോ. ചായ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ചായ കുടിച്ചു. ഇതാണ് അവിടുത്തെ ക്ലോക്ക് റൂമൊക്കെ വരുന്ന ഈ ഭാഗത്താണതാ. അപ്പോൾ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം. സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റായി. കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ. ഒക്കെ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം. ഇവിടെ ഇന്നോവ കിടപ്പുണ്ടല്ലോ, എന്താണോ നോക്കട്ടെ. ഇത് ഏതോ ഒരു ടീമിൻ്റെ ഇന്നോവയാണെന്ന് തോന്നുന്നു, കൂടിയ ടീമിൻ്റെ ഇന്നോവയാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലൊന്ന് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേഷൻ്റെ ഭാഗത്ത് നമുക്ക് പോവാം. നമുക്ക് ഓരോ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമുക്ക് പോകാം കേട്ടോ. സ്റ്റേഷനിലേക്ക് നമ്മൾ നടന്നു. നമ്മൾ ആ റോഡിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒന്നും അവിടെ ആരും ഇല്ല കേട്ടോ. ആ ഭാഗത്തേക്ക് ആരുമില്ല. അവിടെ നിന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്. സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗമൊക്കെ വരുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റേഷൻ മെയിൻ ഭാഗം അതാണ്. അവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടുള്ളതാണ്, അത്ര ക്ലിയർ ആവാത്തത്. എന്താ വർക്കൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്നൊക്കെ മുന്നോട്ടേക്ക് പോകുന്നു. ആദ്യം നമ്മൾ സൺറൈസ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് വഴിയാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് പോവാട്ടോ. നമ്മൾ ആ വാറിനൊക്കെ പോകുന്നു. അവിടെ നിന്ന് വഴി റൈറ്റ് തിരിഞ്ഞു. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അതായത് നമ്മൾ സൺറൈസ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് നടക്കാം. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വന്നൊരു TNCTCയുടെ ബസ്സാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ സൺറൈസ് കാണാനായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലൊന്നും അധികം ആരും ഇല്ല കേട്ടോ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇവിടെ നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ, അതാണ്. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം എങ്ങനെയാണെന്ന്. സമയം ഏകദേശം ഒരു 5:30 ടൈമായിട്ടുള്ളൂ. ഇതവിടെ ഒരു പള്ളിയെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ചൊരു നിന്നിട്ട് പോകട്ടോ. കന്യാകുമാരി ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോകുന്നൊരു TNCTC ബസ്സാണത്. നമ്മളിവിടെ കട്ട പോസ്റ്റാട്ടോ, കുറച്ചുകൂടെ നിന്നിട്ട് പോവാം. അപ്പോൾ നമ്മൾ റോട്ടിൽ ഇച്ചിരി നേരം കട്ട പോസ്റ്റ് ആയിരിക്കുകയാണ് ഗൈസ്. കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് സൺറൈസ് പോയിന്റിലേക്ക് എത്തിയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെയും മുന്നോട്ട് കിടക്കുകയാണ് ഗൈസ്. വേളാങ്കണ്ണിയിൽ നിന്ന് വരുന്ന ഒരു SCTC അൾട്രാ ബസ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി ബസ് സ്റ്റാൻഡ് ലക്ഷ്യം ചെയ്ത് പോവാണ്. നമ്മൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, സൺറൈസ് പോയിന്റിലേക്ക്. കന്യാകുമാരി പോലീസ് സ്റ്റേഷനൊക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അവിടെ ഫ്രണ്ടിൽ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് 2 വീലർ മാത്രമേ കടത്തി കൊടുത്തുള്ളൂ. അപ്പം നേരെ പോകുന്ന വഴിയാണ് കേട്ടോ, നമുക്ക് നേരെ പോകേണ്ടത്. നേരെ മുന്നോട്ടേക്ക് പോവാം. ഇവിടെ ഫുള്ള് തിരുവനായാണല്ലോ, ഡേഞ്ചർ, റിസ്ക്കാണ്. പക്ഷെ ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ റിസ്ക് ആയതിനെ. അപ്പം നേരെ കാണുന്ന വഴിയായിട്ട് നമുക്ക് പോകേണ്ടത്. 2 വീലറൊക്കെ പോകേണ്ടതാണ്. അപ്പം നേരമൊക്കെ പയ്യെ വെളുത്ത് വരുന്നുണ്ട്. കടയൊക്കെ അത്യാവശ്യം തുറന്നു. നേരെ പോകുന്ന വഴിയായിട്ട് നമുക്ക് പോകേണ്ടത്. ടു സൺറൈസ് പോയിന്റ്. ഇവിടെ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. ഈ ഭാഗത്തുനിന്ന് ഒറ്റ ഷോപ്പ് പോകുമ്പോഴാണ് ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. അടിച്ചു വരുന്നേ ഉള്ളൂ നേരം വെളുത്ത്. നമ്മളിപ്പോൾ ആ വഴിയിൽ നിന്നൊക്കെ ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകുന്നു. നമ്മൾ പുറകെ കാണുന്ന നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് പോയിന്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഇതാണ് ഭഗവതി അമ്മൻ കോവിൽ. അപ്പോൾ ഈ നേരെ കാണുന്ന വഴിയായിട്ടൊക്കെ സൺറൈസ് പോയിന്റിലേക്ക് പോകേണ്ടത്. അടുത്താണ്, ഒരു 50 മീറ്ററുള്ളൂ ഇവിടുന്ന്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, കടൽ കാണാം നമുക്ക് ദൂരത്ത് തന്നെ. അത്യാവശ്യം തിരക്കുണ്ട്. എല്ലാവരും ഷോപ്പൊക്കെ തുറന്നിട്ടുക.
അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ സൺറൈസ് കാണാനായിട്ട്. ഇപ്പോൾ തന്നെ തിരക്കായി. നമുക്ക് അവിടെ ഒരു സ്ഥലം കിട്ടണം, നല്ലൊരു വ്യൂ കിട്ടണ്ടേ. ഈ അത്യാവശ്യം തിരക്കൊണ്ട് കിട്ടും. നോക്കിയേ അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. നമ്മുടെ വിവേകാനന്ദപ്പാറയും ഗ്ലാസ് ബ്രിഡ്ജും നമ്മുടെ തിരുവള്ളൂർ സ്റ്റാച്യു ലൈറ്റ് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കീഴിലും വ്യൂ ആയിട്ട് ഓടുന്നു. നമുക്ക് ഇവിടെ ഒരു സ്ഥലം ഒപ്പിക്കണം, അത് ശരിയാവില്ല. ഈ ഇവിടെ തിരക്കാൻ നോക്കണേ. ഇപ്പൊ സൺറൈസ് എടുക്കാത്ത എന്ത് തിരക്കാടി കൂടെ. അപ്പോൾ സൺറൈസ് കാണാനായിട്ട് നല്ല തിരക്കാണ്. എൻ്റെ തൊട്ട് ബാക്കി തന്നെ തിരുവള്ളൂർ സ്റ്റാച്യൂയും ആ ഗ്ലാസ് ബ്രിഡ്ജും നമ്മുടെ വിവേകാനന്ദപ്പാറ ഉണ്ട്. നല്ല ലൈറ്റൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. അയ്യോ ഭയങ്കര കാറ്റും വീശുന്നുണ്ട്, നല്ല തിരക്കും ഉണ്ട് കേട്ടോ. തിരക്കിങ്ങനെ കൂടിക്കൂടി വരുവാണ്. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നേരത്തെക്കാളും കൂടുതൽ ആളായി. അല്ലെങ്കിൽ കാറ്റ് വീശുന്നുണ്ട്. അയ്യോ ഇവിടെ നേരത്തെക്കാളും കൂടുതൽ ആൾക്കാർ കേട്ടോ ഉള്ളേ. നമുക്കൊന്ന് സൂം ചെയ്യാം കേട്ടോ. സൂം ചെയ്യാറ് നല്ല കിടിലം വ്യൂ ആണ് ഇവിടുന്ന്. നല്ല കാറ്റും വീശുന്നുണ്ട്. കുറച്ചുകൂടെ ലൈറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തിരുവള്ളൂർ സ്റ്റാച്യു നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇരുട്ടാറ് അത്ര കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഇങ്ങനെ വെളുത്ത് വരുവാണ് കേട്ടോ. എന്താ പറയുക, തിരക്ക് കൂടുകയാണ്. ആൾക്കാരെ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. ആൾക്കാർ പിന്നെ നേരത്തേക്കാളും ഡബിൾ ആൾക്കാരെ ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കാനുണ്ട്. ഫെറിയൊക്കെ വരുന്ന ആ ഭാഗത്താണ്. അവിടെ നമുക്ക് ബോട്ടൊക്കെ കിട്ടും വിവേകാനന്ദപ്പാറയിലേക്ക് പോകാനായിട്ട്. വിവേകാനന്ദപ്പാറ ഒരു സൈറനോട് കേട്ടായിരുന്നു. അവിടെ നിന്ന് പതാക ഉയർത്തുന്നൊരു ചടങ്ങാണിതാ. ഞാനിത് സൂം ചെയ്ത് കാണിച്ചിടാവേ. ഇതാ കണ്ടില്ലേ? അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല വ്യൂ ആട്ടോ. എന്തായാലും നേരെ അങ്ങനെ വെളുത്തെടുത്ത് വരുമല്ലേ. സമയം 6:45. സൂര്യൻ ഉദിക്കാൻ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കും വെയിറ്റ് ചെയ്യാം. എന്താ പറയുക, ലൈറ്റ് ഇങ്ങനെ പയ്യെ വീണോണ്ടിരിക്കുകയാണ്. ലൈറ്റ് വീഴും തോറും എൻ്റെ ഭംഗി ഇങ്ങനെ കൂടി വരാണ്ട. ആ ഭാഗത്തൊക്കെ പോയി ആൾക്കാർ നിൽപ്പുണ്ട്. ഇതിവിടെ ചെറിയൊരു ഗോപുരമൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ടോ. അതൊക്കെ റിസ്ക് ആണുണ്ടോ. വീണാൽ പിന്നെ അതിൻ്റെ കടലിലേക്ക് തന്നെ വീഴും. ഭയങ്കര റിസ്ക് പരിപാടിയാണ്. അങ്ങനെ സൂര്യൻ അങ്ങനെ പയ്യെ ഉദിച്ചു വരുന്നുണ്ടോ. അവിടെ കാണാൻ പറ്റും. എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അത് മേഘങ്ങളുടെ ഇടയിൽ കൂടെ സൂര്യൻ ഉദിച്ച് പയ്യെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും കേട്ടോ. സൂര്യൻ അങ്ങനെ പയ്യെ ഇങ്ങനെ കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. അങ്ങനെ ഉദിച്ച് ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മേഘങ്ങളുടെ ഇടയിൽ കൂടെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. അങ്ങനെ സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ചു പൊങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആട്ടോ. അങ്ങനെ സൺറൈസ് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മള് സൺറൈസ് കണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അങ്ങോട്ടേക്കൊക്കെ പോകണം, എക്സ്പ്ലോർ ചെയ്യണം അതൊക്കെ. അപ്പൊ നമുക്ക് അതിന് മുന്നേ നമുക്ക് ബോട്ട് കിട്ടിയപ്പോൾ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ആ പുറകിൽ കാണുന്ന വിവേകാനന്ദപ്പാറ, ഗ്ലാസ് ബ്രിഡ്ജ്, തിരുവള്ളൂർ സ്റ്റാച്യു ആ ഭാഗത്തേക്ക് പോകാൻ. അപ്പൊ നമുക്ക് ബോട്ട് കിട്ടിയുടെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ നേരെ ഭാഗത്തുനിന്ന് വന്നത് ഇത് ഭഗവതി അമ്മൻ കോവിലാണ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് കേട്ടോ നമ്മൾ ബോട്ട് കിട്ടിയുടെ കൗണ്ടറിന് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഷോപ്പൊക്കെ ഓപ്പണായി, നല്ല തിരക്കായി ഇവിടെ. നമുക്കിനി ബോട്ട് കിട്ടിയുടെ ഭാഗത്തേക്ക് പോവാം. മുന്നോട്ടൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഉണ്ട് കേട്ടോ, മുന്നോട്ടൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട്.
നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഈ ഭാഗത്ത് എല്ലാ ഷോപ്പും ഓപ്പൺ ആണ് കേട്ടോ. ചെറിയ തോതിൽ തിരക്കും ഉണ്ട് കേട്ടോ അവിടെ. നമ്മളാ ബോട്ടിയുടെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ബോട്ടിയുടെ കൗണ്ടറിന് അവിടേക്ക് പോകാൻ. അല്ലെങ്കിൽ അങ്ങോട്ട് ഫുഡൊന്നും കിട്ടത്തില്ല. നമുക്ക് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പോൾ ഒരു ഹോട്ടൽ ശരവണം ഉണ്ട്, ഒതൻറ്റിക് വെജിറ്റേറിയൻ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്കായി. ഞാൻ വന്ന സമയത്തോടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇഡ്ഡലി പറഞ്ഞിരിക്കുന്നത്, ഇഡ്ഡലിയും വടയും ഒരു ഫിൽറ്റർ കോഫിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുവേ. ഇതാണ് ഒരു സെറ്റ് ഇഡ്ഡലി, ഒരു വട. 2 ഇഡ്ഡലി ഒരു വടയുണ്ട് കേട്ടോ. ഇതെല്ലാം 55 രൂപയായി. വട സെപ്പറേറ്റ് ആണ്, വടക്ക് ഒരു 15 രൂപയായി. ഇഡ്ഡലി എൻ്റെ സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. വട ക്രിസ്പി വട. കോഫി പോരുവേ. അങ്ങനെ തമിഴ്നാട് ഫിൽറ്റർ കോഫി വന്നിരിക്കുകയാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് മിക്കവാറും ഫിൽറ്റർ കോഫിയാണ് കൂടുതലും കഴിക്കാറ്. കണ്ടില്ലേ, കിടിലൻ ടേസ്റ്റ്. ഇതാണ് ഹോട്ടൽ ശരവണ ഒതൻറ്റിക് വെജിറ്റേറിയൻ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ബോട്ടിയുടെ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഒതന്റിക് തമിഴ്നാട് ഫുഡ് തന്നെയായിരുന്നു. കിടിലൻ ഫുഡായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആയി, എന്നാലും നല്ല കിടിലൻ ഫുഡായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഇത്ര ആൾക്കാരോ. ഇനി അങ്ങോട്ടേക്ക് ക്യൂ ഉണ്ടെന്നാണ് വളരെ. എവിടെ വരെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് കയറ്റത്തിൽ നിൽക്കുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കയറ്റമാണിത്. ആഹാ, അടിപൊളി. ഒരു 3/4 കിലോമീറ്റർ നീളുന്നൊരു ക്യൂ ആണെന്ന് തോന്നുന്നത്. ഒരു വളവുണ്ട് കേട്ടോ റൈറ്റിലേക്ക്. ഇനി അവിടെ എങ്ങനെയാണെന്ന് പോയി നോക്കണം. ഈ തിരക്കിൻ്റെ ഇടക്കണ വണ്ടിയൊക്കെ സമ്മതിക്കുന്നുണ്ട് അടുത്ത ആൾക്കാരെ. ഓക്കെ, ഇവിടെ അത്യാവശ്യം ഹോട്ടലൊക്കെ ഉണ്ട്. അടിപൊളി. ഇത് അങ്ങോട്ടേക്ക് ഒരു വ്യൂ ഉണ്ടല്ലേ, കുറച്ചങ്ങോട്ട് പോകണമെന്നാണ്. അതായത് ലാൻഡ് ക്രൂസർ പോകുന്നുണ്ട്. കിടിലൻ ലാൻഡ് ക്രൂസർ TN06V005. ഇവിടെ വരെ ഉണ്ട് കേട്ടോ നമ്മുടെ ക്യൂ. ഇവിടെ നിൽക്കാം. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അയ്യോ, കട്ട പോസ്റ്റാണ്. ക്യൂ ആണെ പയ്യെ നീങ്ങുന്നുണ്ട്. എന്നാലും എന്താ പറയുക, പയ്യെ നീങ്ങും. കുറച്ച് നിന്നു. നമ്മളെ ഏകദേശം ഒരു അരമണിക്കൂർ നിൽക്കാനായിട്ട്. നമ്മളങ്ങനെ പോസ്റ്റാണ്, പയ്യെ നീങ്ങത്തുള്ളൂ. അങ്ങനെ നമ്മൾ പയ്യെ നീങ്ങി ഇവിടം വരെ എത്തി. എന്നാലും കട്ട പോസ്റ്റ് തന്നെയാണ്. ഇതാ ശംഖിൻ്റെ ഒക്കെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ കൂടുതലും ശംഖിൻ്റെ ഷോപ്പുകൾ കാണാൻ പറ്റും. ആ ഭാഗത്ത് വേറെ ഷോപ്പുണ്ട്. ഇവിടെ കട്ട പോസ്റ്റാണ് നമ്മൾ. അങ്ങനെ കുറച്ച് മുന്നോട്ടെത്തി. എന്നാലും പയ്യെ നീങ്ങുന്നത്. എന്താ പറയുക, അത്ര നല്ല തിരക്കല്ലേ, അതാണ്. ഇപ്പോൾ ഇവിടെ 2 ഇട്ടുണ്ടോ. നോർമൽ ടിക്കറ്റും ഉണ്ട്, സ്പെഷ്യൽ ടിക്കറ്റും ഉണ്ട്. നമ്മൾ നോർമൽ ടിക്കറ്റിൻ്റെ ക്യൂവിലാണ്. അത് 75 രൂപ ബോട്ടിൻ്റെ. സ്പെഷ്യൽ ടിക്കറ്റ് ആകുമ്പോൾ 300 രൂപയാണ്. ഇത്രയും ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കയറി പോവാം. അങ്ങനെ നമ്മളെ ബോട്ടിങ്ങിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നമ്മൾ തിരികെയാണ്. ഇവിടുത്തെ ലെഫ്റ്റ് തിരിഞ്ഞാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ പയ്യെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ഷോപ്പുകളുണ്ട്. അവിടെ ഒരു ഹോട്ടലുണ്ട്, താജ് ഹോട്ടൽ. ഇവിടെ ഇതുപോലെ എന്താ പറയുക ഷോപ്പുകളുണ്ട്. ടോയ്സ് വിൽക്കുന്നതാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അങ്ങനത്തെ ഷോപ്പുകളാണെന്ന് തോന്നും. നമുക്ക് നോക്കാം. ഭയങ്കര ഒച്ചപ്പാടും പോകണം, ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാണെങ്കിൽ ആ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി പോണ തിരക്കാണെങ്കിലും ആൾക്കാരെ തിരക്കാണെങ്കിലും ഭയങ്കര തിരക്കാണ് രാവിലെ തന്നെ. അയ്യോ, അങ്ങനെ പയ്യെ നീങ്ങി ഇങ്ങനെ ഇവിടെ വരെ എത്തി. ഇന്നിപ്പോൾ ഇത് കിടത്തി വിടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഇവിടെ കാറ്റിന് ശക്തി കൂടുതലാണെങ്കിൽ ഇത് ക്ലോസർ ആയിരിക്കും. അപ്പോൾ എങ്ങനത്തെ ഒരു ഇവിടം വരെ എത്തിയല്ലോ, എന്തായാലും മുന്നോട്ട് പോവാം. അവിടെ നിന്നൊരു ബോട്ട് അവിടെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത ബോട്ട് വന്നാലാണ് ഓരോ ആൾക്കാരെ അങ്ങനെ കയറ്റി വിടത്തുള്ളൂ. അതാണ് നമ്മളെ കട്ട പോസ്റ്റ് ആകാൻ കാരണം. ബോട്ട് വരണ്ടേ കയറിപ്പോൻ, അതാണ്. പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ കന്യാകുമാരി ഫെറി. അപ്പോൾ നമ്മളതിന് മുമ്പിലുള്ളത് ആ ഗേറ്റിന് എത്രയൊക്കെ നമ്മളിപ്പോൾ കയറും കേട്ടോ. നമ്മൾ നോർമൽ ടിക്കറ്റിനോട് ക്യൂ ആണ്, അല്ല സ്പെഷ്യൽ ടിക്കറ്റിനോട് ക്യൂ ഒന്നുമില്ല. ആൾക്കാരെ പെട്ടെന്ന് കയറ്റി വിടും. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അകത്തും അത്യാവശ്യം കൂടെ ക്യൂ ഉണ്ട് കേട്ടോ. നോക്കട്ടെ എങ്ങനെയാന്ന്. ഇവിടെയും കട്ട പോസ്റ്റാണെന്ന് തോന്നണേ. ആ ബോട്ട് ഇങ്ങനെ കയറ്റിയെടുത്ത് പോവല്ലേ, അതാണ്. അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ഇവിടം വരെ നമ്മൾ എത്തി. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ നമ്മൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിനോടെ എത്തി. എന്താ പറയുക, ഏകദേശം 2.25 മണിക്കൂറായി നമ്മളോട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 75 രൂപയാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കേട്ടോ 75 രൂപയായി. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ നിൽക്കുകയാണ്. ഈ ഗിരിഞ്ഞിറങ്ങടെ കാറ്റടിക്കുന്നുണ്ട്, അതിനോടത്തി മണലൊടിക്കുന്നുണ്ട്, മണൽക്കാറ്റാണ് അടിക്കുന്നത്. അത് ഇനി അങ്ങോട്ടേക്ക് ആളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കട്ട പോസ്റ്റാണ്. ബോട്ടൊക്കെ ഫുള്ളായതുകൊണ്ട് ബോട്ടുള്ളൂ. ബോട്ട് ഇറങ്ങാനും തിരിച്ചു വരാനായിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ നീങ്ങി നമ്മൾ ആ കവാടം കടന്ന് വരുന്ന ചെറുകിട ഭാഗത്തേക്കാണ്. അങ്ങനെ പിന്നെയും പോസ്റ്റ് ആയിരിക്കാണ്, നമുക്ക് നോക്കാം. അങ്ങനെ നീണ്ട 3.25 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനുള്ളിൽ നമ്മളിത് ബോട്ടിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇവിടെ വരെ എത്തി. എന്താ പറയുക, വിവേകാനന്ദപ്പാറയൊക്കെ അവിടെ ഉണ്ട്. മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൺറൈസ് പോയിന്റ് ഉണ്ട്, നമ്മൾ രാവിലെ സൂര്യോദയം കണ്ടത് അവിടെ നിന്നാണ്. നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫെറിയുടെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബോട്ടിൽ കയറും. ബോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ബോട്ടിൽ കയറ്റും. അവിടെ സെപ്പറേറ്റ് ക്യൂ ആണ്. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ക്യൂ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യൂവിൽ പോയി നിൽക്കാം. ഉണ്ട്, നമ്മുടെ ബോട്ട് വന്നു. അപ്പോൾ ഇതിനകത്ത് കയറി നമുക്ക് വിവേകാനന്ദപാറയുടെ ഭാഗത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ക്യൂവിലേക്കാണ്. നമ്മളിപ്പോൾ ബോട്ടിൽ കയറും. ബോട്ടിൽ കയറിയിട്ട് എൻ്റെ കാഴ്ചകളെങ്ങനെ ഞാൻ കാണിച്ചിട്ടാ കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ലൈഫ് ജാക്കറ്റ് എടുക്കണം. അതിട്ടിട്ട് വേണം നമ്മൾ ബോട്ടിൽ കയറാനായിട്ട്. നമുക്ക് ഒരെണ്ണം എടുക്കാൻ പോയിട്ട് നമുക്ക് ബോട്ടിൽ കയറാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. അയ്യോ, ഇത് ഫുള്ളാണല്ലോ, ഇരിക്കാൻ ഒറ്റ സ്ഥലമില്ല. അങ്ങനെ ബോട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇരിക്കാത്തൊന്നുമില്ല, ഫുള്ളാണ് ബോട്ട്. കാട്ടില്ലേ, സീറ്റിംഗ് ഒക്കെ ഫുള്ളാണ്. നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വിവേകാനന്ദപ്പാറയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അങ്ങനെ നമുക്ക് ബോട്ടിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമുക്കിനി ചെറിയൊരു കയറ്റോട്ടോ മുന്നോട്ടേക്ക്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടതാ. അപ്പോൾ മുന്നോട്ടേക്കുള്ള വഴി പോവാം. ഇവിടെ ആ ബോട്ടിൽ തിരിച്ച് ആ ഭാഗത്തേക്ക് പോകാൻ ആൾക്കാരുടെ നല്ല നീണ്ട നേരം അവിടെ കാണാൻ പറ്റും. ഇത് ഫുൾ ആൾക്കാരൊന്നും കയറത്തില്ല, അത്യാവശ്യം നീണ്ട ക്യൂ ഉണ്ട്. കാരണം ഇവിടെ നിന്നുള്ള ആൾക്കാരല്ലേ ഉള്ളൂ തിരിച്ചു പോകാനായിട്ട്. നീണ്ട ക്യൂ ഉണ്ട്. അപ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. അവിടെ 30 രൂപ എഴുതിയേക്കുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു, 30 രൂപ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമ്മുടെ ഫുട്വെയറുകളെ ഊരി മാറ്റിയിടണം, എന്നാലും നമുക്ക് ഈ സംഭവങ്ങളിലൊക്കെ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫുട്വെയറൊക്കെ മാറ്റിയിട്ടു നമ്മളങ്ങനെ സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ മുന്നോട്ടേക്ക് പോവാം. ആ ഭാഗത്തേക്കല്ല, നമുക്ക് നേരെ പോകേണ്ടത്, മുന്നോട്ടേക്കാണ് പോകേണ്ടത്. നമ്മൾ രാവിലെ ഉയർത്തുന്നുണ്ട് പതാക ഇത് അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രവേശിക്കേണ്ടത് ഈ ഒരു സംഭവത്തിനകത്തേക്കാണ്. ഞാനിവിടെയൊക്കെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ കന്യാകുമാരി ദേവിയുടെ കാൽപാദം ഉണ്ടെന്നാണ്. അപ്പോൾ അതിനകത്തേക്ക് കയറി നോക്കാം. അവിടെ വിവേകാനന്ദ മെമ്മോറിയലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല.
നമ്മളങ്ങനെ വിവേകാനന്ദപ്പാറ എത്തി. മൊത്തം നമ്മള് ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നമ്മൾ വേറൊരു വൈബ് കാഴ്ച കാണിച്ചിട്ടോ. ഒറ്റ കാര്യമുണ്ട്. അത് സംഭവം പണ്ട് കാര്യമാകും അറിയില്ല. ചോദിച്ചു നോക്കാം. ഭയങ്കര എന്താ പറയാ, ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണ്. പൊതുവെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കൂടുതല്. അത് വേറൊരു വൈബ് തന്നെ കേട്ടോ അത്. ഇവർ ഈ നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ, ഒരു വലിയൊരു ടീമായിട്ട് അവിടെ നിന്ന് വന്നതാണ്. അവരൊക്കെ നല്ല വൈബായിട്ട് ആഘോഷിക്കുന്നുണ്ട്. കണ്ടില്ലേ ഇതാ. നമ്മുടെ ആഘോഷം നല്ല വൈബായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് പോകാം. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടത്തെ കാഴ്ചകളിലേക്ക് പോവാം. പിന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോന്നു, അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോവാണ്. ഇതാണ് പുതുതായിട്ട് ഓപ്പണായ ഗ്ലാസ് ബ്രിഡ്ജ്. ഷിപ്പിയോട് ചെറിയൊരു വർക്കൊക്കെ നടക്കുന്നുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. സൈഡിലൊക്കെ കാണാൻ പറ്റും. ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷെ വർക്ക് കുറച്ച് ഒന്നും തീരാണ്ടെന്ന് തോന്നണം. എൻ്റെ പൊന്നോ, കടലാണ്. നമ്മൾ കടലിൻ്റെ വെള്ളം നിൽക്കുന്നത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്, അത്ര വലിയ തിരക്കില്ല. താഴത്തേക്ക് നോക്കിയത് ആ ഒരു വെള്ളം ഒഴുകുന്നതാണ് നല്ലതല്ല. പാറയാണ് കാണാനാണെങ്കിലും എന്താ പറയുക, നമുക്ക് നിൽക്കുമ്പോൾ വേറൊരു ഫീലാണ്. അത് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. നമ്മളങ്ങനെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കുന്നത്. ഇത് ഭയങ്കര അനുഭവമുണ്ട് സംഭവം. എന്താ പറയാ, താഴത്തേക്ക് നോക്കിയാൽ കറക്റ്റ് കടല് കാണാം നല്ല രീതിയിൽ തന്നെ. തൊട്ട് ബാക്കിൽ നമ്മുടെ തിരുവള്ളൂർ സ്റ്റാച്യു ഉണ്ട്, അല്ലേ? അപ്പൊ ടോട്ടല് നല്ലൊരു അത്ഭുതം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അടിയിലേക്ക് നോക്കിയാൽ കടല് നല്ല അരടിക്കുന്ന കാണാൻ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ്. കടലിന് ക്രോസ് ആയിട്ട് പണിതിരിക്കുന്നത്. വേറെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇന്ത്യയിലുണ്ട്, പക്ഷെ കടലിന് ക്രോസ് ആയിട്ട് പണിതിരിക്കുന്ന ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് കന്യാകുമാരിയിലാണ് കേട്ടോ. ഈ വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ പാറയും സ്റ്റാച്യു തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംഭവമാണ് അത് പണിതിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ കണ്ടില്ല, ഇപ്പം നല്ല വെള്ളം വന്ന് അടിക്കുന്നുണ്ട്. എന്നാ രസം നോക്കിയത് കാണാനായിട്ട്. അയ്യോ, ആ ഭാഗത്തുണ്ട് കേട്ടോ, കിടു. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയത് 2024 ഡിസംബർ 30 അപ്പോൾ നമുക്കിനി തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ ഭാഗത്തേക്ക് പോകാം. തിരുവള്ളൂർ സ്റ്റാച്യു ഇപ്പോൾ എൻട്രൻസ് ഒക്കെ വരുന്നത് അവിടെയാണ്. ഇവിടെ എന്തൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് എന്തൊക്കെയാണ്. അപ്പോൾ അതാണ് എൻട്രൻസ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി പോകാം കേട്ടോ. ഇനി അതാണ് നമ്മുടെ സൺറൈസ് പോയിന്റ് കണ്ട ഏരിയ ആണത്. അപ്പോൾ ഇതാണ് എൻ്റെ തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടത്. ലെഫ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. വേ ടു തിരുവള്ളൂർ സ്റ്റാച്യു ലെഫ്റ്റിലോട്ടൊരു ആരോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്റ്റെപ്പ് കയറി നമുക്ക് മേലോട്ട് പോകാം കേട്ടോ. കുറച്ച് മേലോട്ട് പോകാനുണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറി മേലോട്ട് പോകാം. ഈ ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കുറവാണ്. അവിടെ മൈൻഡ് യുവർ ഹെഡ് എന്നുള്ള ബോർഡ് ഞാൻ കണ്ടിരുന്നു. തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോയി കവാടം തുറന്ന് ചെല്ലുന്നു. അങ്ങനെ എത്തി. ഇതാണ് തിരുവള്ളൂർ സ്റ്റാച്യു. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന്, ഇവിടെ നിന്ന് ആൾക്കാരാന്ന് നോക്കണേ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് വിവേകാനന്ദ മെമ്മോറിയലൊക്കെ ആകാത്തുണ്ട്. നമ്മളാ ബോട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ടേക്കിട്ടാ. നമ്മളാ സൺറൈസ് തന്നെ പോയിൻ്റാണ് അവിടെ. ഇവിടെ നോക്കി കന്യാകുമാരിട്ടാണ് നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നതാ. എന്നാ ഭംഗിയാന്ന് നോക്കണേ. എന്തു ഹൈറ്റാലേ, അമ്പ് തലവേദന ഉയർത്തിപ്പിടിച്ച് നോക്കിയിട്ട് നോട്ടം കിട്ടണം. അത്ര ഹൈറ്റ്. ഇവിടെ ഇരിക്കലെന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോ തിരുവള്ളൂർ സ്റ്റാച്യുവിന്റെ അവിടെ ഉള്ളത്. ഇത് 131 ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ സാധനത്തിന് അടിയുണ്ട് ഹൈറ്റ്. നമ്മളിപ്പോ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഭാഗത്തുനിന്നൊക്കെ പോകുന്നു. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഭയങ്കര അത്ഭുതം കേട്ടോ. കണ്ടിട്ട് തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. എന്താ പറയാ, ഭയങ്കര ക്രൗഡാണ് ഇവിടെ. നല്ല ക്രൗഡാണ് തിരുവള്ളൂർ സ്റ്റാച്യുവിന്റെ അവിടെ. അപ്പൊ എന്താ പറയാ, നമ്മൾ അങ്ങോട്ടേക്ക് ഇനി കരയില്ലല്ലേ, ഫുൾ ജലാശയമല്ലേ. അപ്പൊ നമ്മുടെ സൺറൈസ് പോയിന്റ് നമ്മുടെ ബാക്കിലുണ്ട്. ഇന്ത്യയുടെ ലാസ്റ്റ് പോയിന്റ് ആണത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കാര്യമില്ല, ഫുൾ കടലാണ്. അപ്പൊ എന്താ പറയാ, ടോട്ടല് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് കന്യാകുമാരി. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും സൗത്ത് മോസ്റ്റ് എൻഡ് അല്ലേ കന്യാകുമാരി. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത്.
ഈ പ്രതിമയുടെ തണലുകൊണ്ട് വലിയ ചൂടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ചുട്ട് പഴുത്തരാണ് എന്റെ പൊന്നോ. ഒന്നാമത് കടലിന്റെ നടുക്കാണ്. ഈ പ്രതിമയുടെ ഒരു തണലുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കാൻ പറ്റും. നല്ല എന്താ പറയാ, നല്ല ചൂടാ അവിടെ. അപ്പൊ നല്ല കാറ്റ് വീശുന്നുണ്ട്, കണ്ടില്ലേ? എന്റെ മുടിയൊക്കെ അടിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, നല്ല കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. അല്ലെങ്കിൽ നല്ല ചുട്ട് പഴുത്തനാണ്. എന്നെ വ്യൂ ഒന്ന് നോക്കണേ, അവിടെ ഒരു ടവറൊക്കെ ഉണ്ട്. ഇവിടെ എന്ത് തിരക്കാട്ടോ, അവിടെ ഭയങ്കര തിരക്കാണ്. ബോട്ട് എടുത്തിട്ട് ഒരാളെ ഇങ്ങോട്ട് കയറുന്നു, അവിടുന്ന് ഒരു ബോട്ട് പുറപ്പെടുന്നു. ഇവിടെ ഭയങ്കര കാറ്റും വീശുന്നുണ്ട് കേട്ടോ, ഈ ഭയങ്കര കാറ്റാ അവിടെ. തിരുവള്ളൂർ സ്റ്റാച്യൂവിന്റെ നല്ല കാറ്റ് വീശുന്നുണ്ട്, കാരണം ക്ലിയർ ആവാത്ത. അപ്പൊ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് പോകാതെ അങ്ങനെ ഇവിടെ നമുക്ക് പടിയിറങ്ങാം. ഇവിടെ തിരക്ക് ഒന്നോളം കൂടിയിട്ടോ, നേരത്തേക്കാളും തിരക്കാ ഇവിടെ. വേ ഔട്ട്. അങ്ങനെ നമുക്ക് താഴ്ത്തിറങ്ങാം. നമ്മുടെ പ്രതിമയോട് നമ്മൾ ഇവിടെ പറയാണ്. അങ്ങനെ അവിടെ ഉണ്ട്, അവിടെ ഹൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. വേറെ മൈൻഡ് യുവർ ഹെഡ് കണ്ടില്ല, നേരത്തെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഡോൺ സ്പിറ്റ്. ഇവിടെ തുപ്പരുത് കേട്ടോ, ഒരു പ്യുവറായിട്ടുള്ള സ്ഥലമല്ലേ, ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു ഹാളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അതിൻ്റെ. അപ്പൊ തിരുവള്ളൂർ സ്റ്റാച്യൂനോട് നമ്മൾ പോന്നിരിക്കുകയാണ്. നമ്മൾ അതിന്റെ അകത്തൊരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ നമ്മളുള്ളത്. അവിടെ ഭയങ്കര എക്കോ ആണ് കേട്ടോ, എക്കോയും ഭയങ്കര എന്താ പറയാ, ഭയങ്കര നോയ്സും ആണ് ഇവിടെ. അപ്പൊ നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് പോവാം കേട്ടോ. നമ്മൾ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് താഴത്തെ കാഴ്ചയൊക്കെ ഉണ്ടോ നമ്മുടെ, അതാണ് കേട്ടോ. ഇത് പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ള ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താ പറയാ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഒരു എണ്ണത്തിന് കുറവൊന്നുമില്ല, ആൾക്കാർ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിനോടൊന്നൊക്കെ പോകുന്നു. നമ്മൾ വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് പോവാണ്. ഇവിടെ ഭയങ്കര വെയിലാട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയിലെന്നുള്ള രക്ഷയില്ല. അപ്പോൾ നമുക്കിനി വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് കയറാം. ഇവിടെ നല്ല തിരക്കാട്ടോ, സെൽഫി ഒക്കെ എടുക്കുന്നുള്ളതാ. 6 കയറി നമുക്കങ്ങനെ വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് കയറാം. അതാണ് വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ സൈഡ് ഇച്ചിരി ഇരുന്നു കേട്ടോ, നല്ല വെയിലാണ്, അടപ്പ് ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, രക്ഷയില്ല. നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് പോകുന്നു. നമ്മളിപ്പോ വിവേകാനന്ദ മണ്ഡപത്തിന്റെ അവിടെ ആയിട്ടുള്ളത്. അവിടെ ദിവസം നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. ഇതിനകത്തും ഫോട്ടോഗ്രാഫി അലോഡ് അല്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് അവിടെ അതിൻ്റെ പുറകുവശമുണ്ട്, പുറകുവശത്തേക്ക് നോക്കിട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ, അയ്യോ ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. അങ്ങോട്ടേക്ക് കരയില്ല, അതാണ്. ഇവിടെ ഒരു കലണ്ടറൊക്കെ വെച്ചിട്ടുണ്ട്, സൺറൈസ് കലണ്ടർ, ഉത്തരായണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അങ്ങോട്ടേക്ക് ഇനി കരയില്ല, ഫുൾ കടല. അപ്പോൾ നമുക്കൊന്ന് റൗണ്ട് അടിച്ച് നടക്കാം. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, തിരക്ക് കുറയുന്നില്ല. ഇവിടെ വൈകിട്ട് 4 മണി വരെ ഉണ്ട് കേട്ടോ ബോട്ടിംഗ് ഉണ്ട് അങ്ങോട്ട്. പിന്നെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് എടുക്കൽ മാത്രമേ ഉള്ളൂ. എന്താ പറയുക, തിരക്ക് ഇങ്ങനെ ക്രമാതീതമായിട്ട് കൂടിക്കൂടി വന്നുണ്ട്. ഇതാ പാറയിലൊന്ന് തേനടിക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ വിവേകാനന്ദ മണ്ഡപം, വിവേകാനന്ദ പാറയും കണ്ടു, ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു, തിരുവള്ളൂരിന്റെ സ്റ്റാച്യൂയും കണ്ടു. അപ്പൊ നമ്മളിവിടുന്ന് പോവാണ് ഗൈസ്. അപ്പൊ എന്താ പറയാ, നമുക്കിനി ഫെറിയിലോട്ട് പോവാം. ബോട്ടിൽ കയറി നമുക്ക് ഫെറിയിലോട്ട് പോവാം കേട്ടോ. ഇവിടെ ഒരു മെഡിറ്റേഷൻ ഹാളൊക്കെ ഉണ്ട്, നമുക്ക് രാത്രിക്ക് ഒന്ന് കയറി നോക്കാം. ഇപ്പം മെഡിറ്റേഷൻ ഹാളിലെ കാഴ്ചകളാണ് കേട്ടോ, നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു കുളമൊക്കെ പോലെ സെറ്റപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് വന്ന ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. ഭയങ്കര ചൂടാട്ടോ, വെയിലടിച്ച് അടപ്പ് തെറിക്കും നമ്മളിവിടെ. ഇതിവിടെ ഒരു കോമ്പസ് എടുത്ത സംഭവമുണ്ട്. ഇത് എന്നാന്ന് വെച്ചാൽ ഇതിന് ഒരു ഇതുണ്ട്, കണക്കുണ്ട് കേട്ടോ. വിവേകാനന്ദ മെമ്മോറിയലും ഒരു ഈ കന്യാകുമാരി ദേവി ടെമ്പിളും ആ ഒരു സംഭവമായിട്ട്, കന്യാകുമാരി ദേവി ടെമ്പിള് ആ ഒരു സംഭവമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതിന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി നമുക്കിപ്പോൾ ചെറിയ ചപ്പലെടുക്കണം, എന്നിട്ട് നമുക്ക് ആ ബോട്ടിങ്ങിൻ്റെ ക്യൂടെ ഭാഗത്തേക്ക് പോകട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ പയ്യെ പോവാണ്. പിന്നെ ക്യൂവിൻ്റെ ഭാഗത്തേക്ക് പോകണം. നമ്മൾ ക്യൂവിലിങ്ങനെ വെയിറ്റ് ചെയ്യണം. അവിടെ ബോട്ട് അവിടെ വന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ആൾക്കാർ കയറാം. അങ്ങനെ ബോട്ടിൽ കയറി നമ്മളൊരു സീറ്റ് പിടിച്ചു. ഇതാണ് നമുക്ക് ഇരിക്കാൻ സീറ്റ് പിടിക്കുക ആദ്യത്തിന്.
ബോട്ട് ഇടുന്നെടുത്തു. അങ്ങനെ ടാറ്റാ ബൈ ബൈ വിവേകാനന്ദ മെമ്മോറിയൽ. അവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ടല്ലോ. അതാണ് ഡെവലപ്മെൻറ്റ് കൂടിക്കൂടി വരികയാണ് കേട്ടോ. എന്തൊക്കെ വർക്കുകൾ നടക്കുന്നത്. ബോട്ടിങ്ങനെ ആടിയാണ്ട് പോകുന്നത്. ഇതിപ്പോൾ ചെറിയൊരു കാണുന്നില്ല പോട്ടെ, ഇപ്പോൾ വലിയൊരു ആടി. എന്താ പറയുക, ഇങ്ങനെ ആടി വലഞ്ഞ ബോട്ട് പോകുന്നത് ഭയങ്കര ഒരു ഇതാട്ടോ. അതിലൊരു ത്രില്ലുമാണ്, കുറച്ചൊക്കെ അഡ്വഞ്ചറുമാണ്. പേടിയില്ലാത്തവർക്ക് കുഴപ്പമില്ല. അത് കാണുന്ന പാറ അവിടെ ഉണ്ട്. ഭാഗത്തേക്ക് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ അവിടെ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ഫെറിയുടെ ഭാഗത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. അവിടെ ഫിഷിംഗ് ബോട്ടൊക്കെ റെഡി ആയിട്ട് കിടപ്പുണ്ട്. അതൊക്കെ വൈകിട്ട് പുറപ്പെടും. ഇവിടെ നമ്മൾ ഫെറിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫെറിയിലേക്ക് ഇപ്പോൾ അടുക്കും. നമ്മളിപ്പോൾ ബോട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമുക്കിനി മുന്നോട്ട് കിടക്കാം. ഇവിടെ നല്ല തിരക്കാട്ടോ ബോട്ടിൽ കയറാനായിട്ട്. ക്യൂ നീണ്ട നേരമുണ്ടേ. അപ്പോൾ നമ്മളെ ഫെറിയുടെ ഭാഗത്തൊക്കെ പോകുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മൾ മുന്നിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. നമ്മൾ എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുകയാണ്. ബോട്ട് ഇറങ്ങി. അപ്പൊ നമ്മള് നേരെ ഇവരും പോയി കഴിക്കണം. വിശന്നിട്ട് പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മള് പയ്യെ ഇവിടുന്ന് നമ്മള് യാത്ര പറയും ഇവിടെ കന്യാകുമാരിയോട്. ഇപ്പോൾ ഇവിടെ ഒരു പഞ്ചാബി ധാബ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ തന്നെ കയറി എന്തെങ്കിലും ഓർഡർ ചെയ്യണം. നമ്മൾ ഓർഡർ ചെയ്ത ആലു പൊറോട്ട എന്നുണ്ട്. ആലു പൊറോട്ടയൊക്കെ തൈരാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കഴിക്കാം. ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണേ നമുക്ക്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ കാണുന്ന റോഡാണ് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്, ജംഗ്ഷനിൽ വന്ന്. അപ്പോൾ നമ്മള് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1/2 കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ആ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമുക്കിനി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ കാവ്യമണി ദേശീയനായകൻ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ പേര് വെറൈറ്റി പേരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുന്നോട്ടൊക്കെ കാണാം. ഇവിടെ ഒന്നും ബസ് കാണാനില്ലെന്നാണ് കേട്ടോ. നമുക്ക് മുന്നോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെയൊക്കെയാണ് ബസ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു SCTCയുടെ ബസ് കിടപ്പുണ്ട്. തൊട്ടപ്പുറത്തേത് ബസ് തൊട്ടപ്പുറത്ത് നമ്മുടെ മിന്നലാട്ടോ. അതേത് മിന്നല? അത് തന്നെ നമ്മുടെ കന്യാകുമാരി പാലക്കാട് മിന്നൽ. ഈ അടുത്തതായിട്ട് സർവീസ് ആരംഭിച്ച മിന്നലാട്ടത്. കണ്ടില്ലേ? SCTC ഉണ്ട്, നമ്മുടെ മിന്നലുണ്ട്. ഇപ്പുറത്തൊരു ഫാസ്റ്റ് പാസഞ്ചർ കിടപ്പുണ്ട് TNCTCയുടെ. അപ്പുറത്ത് പഴയ മോഡൽ ബസ് കിടപ്പുണ്ട്. കൊള്ളാം കേട്ടോ. അതുകൊണ്ടില്ലേ പഴയ മോഡൽ ബസ്സാണത്. പിന്നെ ഒരു SCTCയുടെ ബസ്സുണ്ട്. ഇത് നാഗർകോവിലേക്ക് AC ബസ് കിടപ്പുണ്ട് കേട്ടോ. ഇതും ഏതൊരു റൂട്ടിലേക്കുള്ള ബസ്സാണ്. അവിടെ റൂട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ കയറാം കേട്ടോ. ഞാനത് അപ്പോൾ ഞാനുള്ള കന്യാകുമാരി ബസ് സ്റ്റാൻഡിലാണ്. നമ്മളോട് ഇനി ഇവിടുന്ന് ബസ് കയറി നാഗർകോവിലേക്ക് പോകും. ഇവിടുന്ന് പത്മനാഭപുരം പാലസ് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ പത്മനാഭപുരം പാലസിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു സമയം കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.